തൃശൂർ പാലപ്പള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കുട്ടിയാന ചരിഞ്ഞു. കുട്ടിയാനയ്ക്ക് രക്ഷപ്പെടുത്താൻ 6 മണിക്കൂർ നീണ്ട ദൗത്യമുണ്ടായിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കുട്ടിയാന കുഴിയിൽ വീണത്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, ഇത്രയും മണിക്കൂറുകൾ വലിയ ശ്രമം നടത്തിയിട്ടും അത് ഫലം കണ്ടില്ല. എന്താണ് സംഭവിച്ചത് അശ്വിൻ? വിജയകുമാർ, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വെല്ലുവിളി ഇതിനുള്ളിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന വീണ കുഴിക്ക് സമീപമാണ്. ഈ കുഴിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതെല്ലാം മറികടന്ന് ആനയ്ക്കരികിലേക്ക് എത്തിയപ്പോൾ അതിനോടകം തന്നെ അതിൻ്റെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 6 മണിക്കൂറോളം ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നീണ്ടുപോയി. പക്ഷേ അത് ഫലം കണ്ടില്ല. ഇപ്പോൾ ജഡം അതിനുള്ളിൽ കിടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് ക്രെയിൻ എത്തും. ആ ക്രെയിനിൽ ആനയെ വടവുമായി ബന്ധിപ്പിച്ച് ആനയെ പുറത്തെത്തിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ടിപ്പറിൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ആ ക്രെയിൻ ഇവിടേക്ക് എത്താനുള്ള താമസം മാത്രമാണ് ഇനി ഉള്ളത്. ഇപ്പോൾ DFO അടക്കമുള്ള ആളുകളുണ്ട്. സാർ, ഒരു നിമിഷം, നെക്സ്റ്റ് പ്ലാൻ എങ്ങനെ? ഡിസ്പോസൽ ചെയ്യുന്നതാണ്. പോസ്റ്റ്മോർട്ടം മാറ്റാനുള്ള നടപടികൾ മാറ്റാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രെയിൻ വരണുണ്ട്. ഒരു മിനിറ്റ്, പിന്നെ വിളിക്കാം. അപ്പം നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ ഷാജഹാനൻ ചേട്ടനാണ്. ഇദ്ദേഹമാണ് രാവിലെ ആദ്യം നമ്മളെ വിവരം രാവിലെ ഒരു 7:30 വിളിച്ചു പറയുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ എന്താണ് കണ്ടത്? ഞാൻ വരുമ്പോണ്ടായിരുന്ന ബൈറ്റാണ്. നമ്മളെ ഒരു അമ്മാവൻ്റെ മാനുണ്ട്, അദ്ദേഹമാണ് ഈ പറമ്പിലൂടെ ടാപ്പിങ്ങിന് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ആന ഇവിടുന്ന് 6 മണി നേരത്ത് സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ആനയെ കാണുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഫോൺ വിളിച്ചു. പിന്നെ അവിടെ കുറച്ച് ഇവിടെ അയൽവാസികളൊക്കെ വന്നു നോക്കി. അപ്പോൾ ഉണ്ടായിരുന്നു ഉഷാറാണ് ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പറ്റുമെന്ന് നമുക്ക് തോന്നിയില്ല. നല്ല ഉഷാറാണ്. നമ്മൾ പട്ടയുടെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അത് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ വേറെ ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കാണ് ആന വരുന്നൊരു സ്ഥലമാണ്. സ്ഥിരമായിട്ട് ആന ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ആഴ്ചയായിട്ട് അടുപ്പിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആന ആട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പറഞ്ഞ മാതിരി എല്ലാ ഭാഗത്തും ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഒരു മേഖലയാണ്. ഇതിന് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം കുറച്ച് ബൈറ്റ് നമുക്ക് എടുക്കാനുണ്ട്. വഴിയിൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും നിരമ്പാൻ ഇപ്പോൾ ആനപ്പാകുമ്പോൾ ഒരു വഴിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് ക്രെയിൻ എത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ക്രെയിൻ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ JCB വെച്ചിട്ട് കയറ്റാന്നുള്ളത് പറയുന്നത്. വിജയകുമാർ, ഇവിടേക്കുള്ള വഴി അല്പം ദുർഘടം പിടിച്ചാണ്. അതുകൊണ്ട് തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഓടിയെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആനയെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ആന ഇങ്ങനെ ഈ കുഴിയിലേക്ക് വീണു എന്നുള്ളൊരു പ്രാഥമിക നിഗമനമുള്ളത്. അതിനപ്പുറത്തേക്ക് കൃത്യ ഒരു സമയം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ സമീപത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്ന് നോക്കിയിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് വടം കെട്ടി, കയറ് കെട്ടി ആനയെ സേഫായി അല്ലെങ്കിൽ ആനയുടെ ജഡം മറ്റ് പരിക്കുകളൊന്നുമില്ലാതെ പുറത്തേക്ക് എത്തിക്കാനുള്ള ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം ആനയ്ക്ക് ദേഹത്ത് ചില പരിക്കുകൾ ഉള്ളതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ കുഴിയിലേക്ക് വീണപ്പോൾ അതിന് പിന്നാലെ ആനയ്ക്ക് പുറകെ ഈ കരയിൽ നിന്നും വീണ കല്ലുകളൊക്കെ ദേഹത്ത് വീണുണ്ടായ പരിക്കാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വീഴ്ചയിൽ തന്നെ ആനയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും വലിയ സങ്കടം ഉണ്ടാക്കുന്നതാണ് ആനയുടെ ആ നിശ്ചലമായ കിടപ്പ്. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്.